നമസ്കാരം. ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ ഇപ്പോൾ രണ്ട് ശത്രുക്കളാണുള്ളതെന്ന് തൃണമൂൽ കോൺഗ്രസ് MP ഡെറാക് ഒബ്രയൻ. ഈ രണ്ട് ശത്രുക്കളും പ്രതിപക്ഷ സഖ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാണെന്നും ഒബ്രയൻ പറഞ്ഞു. BJPയും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുമാണ് ആ ശത്രുക്കളെന്ന് ഒബ്രയൻ പറഞ്ഞു. ബംഗാളിൽ കോൺഗ്രസും TMCയും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒബ്രയൻ ചൗധരിയെ രൂക്ഷമായി വിമർശിച്ചത്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്നവരെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മമത BJP ഏജന്റാണെന്നും സീറ്റുകളുടെ കാര്യത്തിൽ ഔദാര്യം വേണ്ടെന്നുമായിരുന്നു അധിർ ചൗധരിയുടെ പരാമർശം. അധിർ ചൗധരി BJPയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. ബംഗാളിൽ സഖ്യം വരാത്തതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. 3ഉം അധിർ രഞ്ജൻ ചൗധരി തന്നെയാണെന്നും ഒബ്രയൻ ആരോപിച്ചു. BJPക്ക് വേണ്ടിയാണ് അധിർ ചൗധരി പ്രവർത്തിക്കുന്നത്. സഖ്യം ഉണ്ടാവാത്തതിന് പ്രധാന കാരണം അദ്ദേഹം തന്നെയാണെന്നും ഒബ്രയൻ കുറ്റപ്പെടുത്തി. അതേസമയം മമതാ ബാനർജി ബംഗാളിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകാമെന്ന് അറിയിച്ചത്. ഇതാണ് ചൗധരിയെ ചൊടിപ്പിച്ചത്. ബംഗാളിൽ നിലവിൽ കോൺഗ്രസിന് 2 സീറ്റുകളുണ്ട്. എന്നാൽ ഈ 2 സീറ്റും മമത തരേണ്ടതില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ അറിയാമെന്നാണ് ചൗധരി പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് ദേശീയ നേതൃത്വം മമതയുമായി സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യം ബംഗാളിൽ ഉണ്ടാവില്ല എന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. അധിർ രഞ്ജൻ ചൗധരിയെ നിയന്ത്രിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലാണ്. ഒരിക്കൽ പോലും കേന്ദ്ര ഫണ്ടില്ലാത്ത ബംഗാൾ ബുദ്ധിമുട്ടുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നും ഒബ്രയൻ ആരോപിച്ചു. ബംഗാളിൽ EDയുടെ നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. മമതാ ബാനർജിയെ താഴ്ത്തിക്കെട്ടാനാണ് വാർത്താ സമ്മേളനം വിളിക്കുക വരെ ചെയ്തതെന്നാണ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി പറയുന്നത്. അദ്ദേഹം BJP നേതാക്കൾക്കെതിരെ സംസാരിക്കാറില്ല എന്നും ഒബ്രയൻ ആരോപിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് BJPയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയാൽ തീർച്ചയായും ആ സഖ്യത്തിന്റെ ഭാഗമാകാൻ തൃണമൂൽ തയ്യാറാകുമെന്നും ഒബ്രയൻ അറിയിച്ചു. അതേസമയം മമതാ ബാനർജി ഇല്ലാത്ത ഇന്ത്യ സഖ്യത്തെ ചിന്തിക്കാൻ പോലും ആവില്ല എന്ന് നേരത്തെ ജയറാം രമേശ് പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മമതയുമായി അവസാന ശ്രമം നടത്തുമെന്നാണ് സൂചന. മമതയെ അവസരവാദി എന്ന് വിളിച്ചതടക്കം തൃണമൂലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല എന്നും പരാതിയിലുണ്ട്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ശക്തി കേന്ദ്രമായ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളെ തുടർന്നാണ് ഇത്തരമൊരു നീക്കത്തിന് അവർ തയ്യാറെടുത്തത്. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റിലും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യതകൾ.